ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ? ദൈവരാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. അവരാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ. ഇന്നത്തെ ഈ വചനഭാഗത്ത് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളുമായി യേശുവിനെ സമീപിക്കുന്ന സദുക്കായരെ നാം കാണുന്നുണ്ട്. ലോകത്തിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ കൊണ്ടല്ല ദൈവരാജ്യത്തെ വിലയിരുത്തേണ്ടതെന്ന് ഈശോ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാൽവരിയിൽ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലെത്തിയ ഒരു യുവാവ് ഈശോയുടെ വേദനകൾ കണ്ട് സഹതാപത്തോടെ എന്ത് സഹിച്ചും ഈശോയെ രക്ഷിക്കണം എന്ന ചിന്തയോടെ ഈശോയുടെ പക്കലേക്ക് എത്തുകയാണ്. ഈശോയുടെ ആണികൾ ഓരോന്നായി ഊരാനായി പോകുന്ന ആ യുവാവിനോട് ഈശോ പറഞ്ഞു, ഈ മനുഷ്യകുലം മുഴുവനും ആത്മാക്കളുടെ രക്ഷ നേടാതെ ഞാൻ ഈ കുരിശിൽ നിന്ന് ഇറങ്ങുകയില്ല. ഈ യുവാവ് ഈശോയോട് പറയുന്നുണ്ട്, ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്കൊരു മറുപടി തരണം. ഈശോ പറയുന്നുണ്ട്, നീ ഈ മനുഷ്യകുലത്തോട് മുഴുവനായിട്ട് പറയുക, ഞാൻ ഈ കുരിശിൽ കിടന്ന് പിടയുന്നത് നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച ആ ഈശോയിൽ പ്രത്യാശ അർപ്പിച്ച് ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മളും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരുന്നത്. വിശുദ്ധ ഡോൺ ബോസ്കോ പറയുന്നുണ്ട്, സ്വർഗത്തെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ സഞ്ചരിക്കുക എന്ന്. ഫിലിപ്പിനേരി എന്ന വിശുദ്ധൻ്റെ പക്കൽ ഒരു സമർത്ഥനായ യുവാവ് എത്തുകയാണ്. ആ യുവാവ് തൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി ഫിലിപ്പിനേരിയോട് പറയുകയാണ്, എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം, ഒരുപാട് സമ്പാദിക്കണം, ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുസരിച്ച് ജീവിക്കണമെന്ന്. ഇവൻ ഓരോ ലക്ഷ്യങ്ങൾ പറയുമ്പോഴും ഫിലിപ്പിനേരി ഇവനോട് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നേടിക്കഴിയുമ്പോൾ നീ എന്തു ചെയ്യും? തൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി പറയുമ്പോഴും ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന ഫിലിപ്പിനേരിയുടെ ആ ചോദ്യം ആ യുവാവിനെ തളർത്തി കഴിഞ്ഞു. ഒരു നിമിഷം ആ യുവാവ് നിശബ്ദനാവുകയാണ്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങൾ നശ്വരമാണെന്ന് ആ യുവാവ് തിരിച്ചറിയുകയാണ്. ഫിലിപ്പിനേരി ആ യുവാവിനോട് പറഞ്ഞു, മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു പകർച്ചവ്യാധിയാണ് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. ലോകത്തിൻ്റേതായിട്ടുള്ള ഓരോരോ ചിന്തകളും മോഹങ്ങളും നശ്വരമാണെന്നും നിത്യമായി നിലനിൽക്കുന്ന സ്വർഗരാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഫിലിപ്പിനേരി ആ യുവാവിനോട് പറഞ്ഞു. ദൈവരാജ്യത്തെപ്പറ്റി പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വചനഭാഗമാണ് വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം. ഇതാ അവിടെ, അതാ ഇവിടെ എന്നാരും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ടെന്ന്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യത്തെ എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുക? ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തുമെന്ന്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യാം. വിശുദ്ധമായ ഇടങ്ങൾ വിശുദ്ധമായി തന്നെ കാണാം. ദേവാലയത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ കാണാനും ദേവാലയത്തിൽ വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥനകളിലും കൂദാശകളിലും പങ്കുകൊള്ളാനും നമുക്ക് ശ്രമിക്കാം. അപ്രകാരം വിശുദ്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വിശുദ്ധമായി ചെയ്ത് വിശുദ്ധിയുള്ളവരായി നമ്മുടെ ആത്മാക്കളെ ദൈവത്തിന് സമർപ്പിച്ച് നല്ല ക്രിസ്തു ശിഷ്യരായി മാറാൻ നമുക്കും പരിശ്രമിക്കാം. വചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്.